CPI സംസ്ഥാന കമ്മിറ്റിയിൽ വൻ പൊട്ടിത്തെറി. അതായത് കൃത്യമായും CPIയിലെ ഒരു വിഭാഗം നേതാക്കൾ LDFിൽ തുടരേണ്ടതിൻ്റെ അനിവാര്യത ഇല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആകപ്പാടെ അങ്കലാപ്പിലാണ്. KE ഇസ്മായിൽ വിഭാഗം അതിശക്തമായി തന്നെ പറയുന്നത് CPI UDFുമായി ചർച്ച നടത്തേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. CPI-CPIM ബന്ധം ഒരു കാലത്തും ഇനി ഒത്തുപോകില്ല. ഇന്നിൻ്റെ രാഷ്ട്രീയത്തിൽ CPIയെ ഏറ്റവും കൂടുതൽ അള്ളുവെച്ച പാർട്ടിയാണ് CPM. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രകടമായിരുന്നു. തൃശ്ശൂരിലും തിരുവനന്തപുരത്തും CPIക്ക് ഒരു രീതിയിലും സഹായം നൽകാതെ നാണം കെടുത്താൻ പരമാവധി ശ്രമിച്ചത് CPIM നേതാക്കൾ തന്നെയാണ്. അവരുടെ പേരെടുത്ത് പറഞ്ഞു തന്നെ CPI സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ വലിയ അടിപിടി ഉണ്ടാവുകയാണ്. എന്നിട്ട് ഒരു കാര്യം കൂടി വിശദമാക്കിയിരിക്കുന്നു. നിലവിൽ CPIMൻ്റെ പോക്ക് ശരിയല്ല എന്ന് അവരുടെ തന്നെ നേതാക്കൾ പരസ്യമായി പല സമ്മേളനങ്ങളിൽ ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലുമൊക്കെ പറഞ്ഞ് അവസാനം കസേരയെടുത്ത് അടിക്കുന്ന രീതിയിൽ വരെ കയ്യാങ്കടിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആകപ്പാടെ തകർന്ന് പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ദേശീയ തലത്തിൽ CPIക്കുള്ള രണ്ട് MPമാർ കോൺഗ്രസിൻ്റെ പിൻബലത്തിലുള്ളതാണ് എന്നത് നമ്മൾ മറന്നു പോകരുത്. കോൺഗ്രസിൻ്റെ പിൻബലത്തോടെ നമ്മൾ മത്സരിച്ചാൽ വലിയ രീതിയിലുള്ള വിജയം നേടിയെടുക്കാൻ കഴിയും എന്നത് CPI ആലോചിക്കുന്നു. അത് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്ന് KE ഇസ്മായിൽ അടക്കമുള്ള നേതാക്കൾ വിശദമാക്കി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. പുതുതലമുറ CPIയിലെ പുതുതലമുറ അത് ആഗ്രഹിക്കുന്നുമുണ്ട്. അവർക്ക് കൃത്യമായി അറിയാം ഇന്ന് ഇടതുപക്ഷം എന്ന് പറയുന്നത് നേരിൻ്റെ പക്ഷമല്ല, ശരിയായ രീതിയിലല്ല. ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന പേര് മാത്രമേ ഉള്ളൂ. ഇടത് സ്വതന്ത്ര ചിന്താഗതി എല്ലാം തന്നെ എന്നെ വിറ്റ് കളഞ്ഞു, ആദർശം പണയം വെച്ചു. ഇപ്പോൾ നടക്കുന്നത് പിണറായിസമാണ്. ഇനി അടുത്തത് റിയാസിസമായിരിക്കും. അതായത് മരുമകൻ്റെ വലിയ തോതിലുള്ള ഒരു അഴിഞ്ഞാട്ടമാണ് നടക്കാൻ പോകുന്നത്. ഇത് കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കാൻ, ഉരിയാടാതിരിക്കാൻ, കിട്ടുന്നതും വാങ്ങി പോക്കറ്റിലിട്ട് പോകാൻ അന്തസ്സുള്ള CPI നേതാക്കളെ കിട്ടില്ല എന്ന് തുറന്നടിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ CPIയുടെ ഒരു വലിയ മാറ്റം, ഭാവമാറ്റം തന്നെയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ത്യയിൽ ഒട്ടുക്കം CPI മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ പിന്തുണയോട് കൂടി തന്നെയാണ്. കേരളത്തിലും അങ്ങനെ തന്നെ മതി. അതാവുമ്പോൾ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഇവിടെ CPMന് അടിമപ്പെട്ടാണ് CPI ജീവിക്കുന്നതെന്നൊരു തോന്നലുണ്ട്. ASFിലെ യുവാക്കളെയും യുവതികളെയും SFI നേതാക്കൾ വലിയ തോതിൽ ഭീഷണിപ്പെടുത്തുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്ന് കേരളത്തിൽ പല ജില്ലകളിലും വ്യാപകമാണ്. കണ്ണൂർ ജില്ലയിലെ CPI സെക്രട്ടറിയും വിവിധ ജില്ലകളിലെ CPI സെക്രട്ടറിമാരും ഒന്നടങ്കം പറയുന്നൊരു കാര്യമുണ്ട്. CPM അവരെ പ്രവർത്തിക്കാൻ പോലും അനുവദിക്കാതെ വാസ്തവത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. ഇത് മനസ്സിലാക്കിയെങ്കിലും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ആ വലിയ ചർച്ച എടുക്കേണ്ടത് അനിവാര്യമാണ്. കോൺഗ്രസും മുസ്ലിം ലീഗും എങ്ങനെയാണ് തീരുമാനിക്കുക എന്നതനുസരിച്ചിരിക്കും CPIയുടെ ഇടപെടൽ. ഏതായാലും അപമാനം പേറി ഇനി നിൽക്കാൻ കഴിയില്ല. എന്നാൽ CPIയിൽ LDF വിടണ്ട എന്ന് ഒരു വിഭാഗം നേതാക്കൾ അതിശക്തമായി വാദിക്കുന്നുണ്ട്. അപ്പോൾ പാർട്ടി കൃത്യമായി പിളരും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല.